ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മുടെ വേദുവിൻ്റെ ബർത്ത്ഡേൻ്റെ ബാക്കി വീഡിയോ കേട്ടോ അത്. അതായത് തലേ ദിവസത്തെ പരിപാടികളും പിന്നെ ബർത്ത്ഡേൻ്റെ അന്നത്തെ പരിപാടികളും ഒക്കെ ഞാൻ എത്തി കാണിക്കുന്നത്. അപ്പം തലേ ദിവസം തന്നെ നമ്മൾ ഈ അത്യാവശ്യം വേണ്ടുന്ന പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സവോളയൊക്കെ നമുക്ക് നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കൂടെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പൊളിച്ച് വെച്ചു. ബീഫിൻ്റെ കറി ഞങ്ങൾ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു. പിന്നെ അത്യാവശ്യം ചിക്കനിലേക്കൊക്കെ മസാലയൊക്കെ ഞങ്ങൾ ഇട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കല്യാണത്തിൻ്റെ തലേന്നൊക്കെ ഉള്ളൊരു വൈബായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഇരുന്നിട്ട് നല്ല രസമായിരുന്നു. എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് സഹായിച്ചിട്ടുണ്ട്. കീർത്തനയും ഞാനും കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴത്തേക്കും ജോബിനും രാഹുലും എൽദോയും കൂടെ ബാക്കി അല്ലറ ചില്ലറ കലാപരിപാടികളൊക്കെ ഒപ്പിക്കുമായിരുന്നു ഇവിടെ. പിന്നെ രാത്രി കുറേ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇവരുടെ ഡാൻസ് കണ്ട് കണ്ട് ഞങ്ങൾ അവസാനം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഡാൻസ് റീലൊക്കെ പ്ലാൻ ചെയ്ത് ഡാൻസ് റീലൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഡാൻസ് റീലൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാത്രി പോയി കിടന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് രാത്രി 3 മണിയായിട്ടുണ്ടായിരുന്നു. അതുവരെ അവിടെ നിന്ന് ആഘോഷിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 50 ടേക്ക് എടുത്തിട്ടാണ് ഞങ്ങളുടെ അവസാനത്തെ ഫൈനൽ വീഡിയോ ഞങ്ങൾ സെറ്റാക്കി എടുത്തത് കേട്ടോ. നല്ല കഷ്ടപ്പാടായിരുന്നു. ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്തെടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്കും നമ്മൾ ബാക്കി പരിപാടി തുടങ്ങി കേട്ടോ. നമുക്കിന്ന് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാനുണ്ട്. അതായത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം, ചിക്കൻ കറി ഉണ്ടാക്കണം, പിന്നെ പനീർ, മഷ്റൂം, പിന്നെ കപ്പ ഉണ്ടാക്കണമായിരുന്നു, പിന്നെ നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ ഒത്തിരി പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. കപ്പയാണെങ്കിൽ ഞങ്ങളിന്ന് പാൽക്കപ്പ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു ഉച്ച സമയമായി. ഞങ്ങൾ രാവിലെ തുടങ്ങിയ പരിപാടി ഒരു 8 മണിക്ക് തുടങ്ങിയ പരിപാടി 1 മണിയൊക്കെ ആയപ്പോഴാണ് തീർന്നത്. ഒരുവിധം കുക്കിംഗ് എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ബലൂണിൻ്റെ പരിപാടി തുടങ്ങിയിട്ടോ. അത്യാവശ്യം ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മരയും ലോഹിത്തും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ ഡെക്കോറിൻ്റെ പരിപാടിയൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി കുളിക്കാനൊക്കെ പോയി. പിന്നെ ഇത് നമ്മുടെ താഴത്തെ പാർട്ടി ഹാളാട്ടോ. മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതാണ്. രാഹുലിൻ്റെ അമ്മ കൊടുത്തു വിട്ടതാണ്. അങ്ങനെ വേദുവാണെങ്കിൽ പോയി മുടിയെല്ലാം വെട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെറുക്കന്മാരൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഓരോ ഫുഡ് ഐറ്റംസ് ആയിട്ട് അവരുടെ അടുത്ത് താഴോട്ട് കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേദുവിനാണെങ്കിൽ ഒത്തിരി ഗിഫ്റ്റ് ഐറ്റംസും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷിനോജും സൗരഭും ജൂനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മേലത്തെ ചേച്ചി, പിന്നെ വേദുവിൻ്റെ ഫ്രണ്ട്, അങ്ങനെ എല്ലാവരും. പിന്നെ അതിനിടയ്ക്ക് ഞാനങ്ങനെ നമ്മൾ ഡ്രിങ്ക് ഐറ്റംസൊക്കെ സെറ്റാക്കി കേട്ടോ. ഡ്രിങ്ക് ഐറ്റംസ് നമ്മൾ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ സർബത്തായിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ പാല് തിളപ്പിച്ചിട്ട് പാലിനകത്തോട്ട് കസ്കസും മാംഗോ സിറപ്പും പിന്നെ കുറച്ച് ആപ്പിളും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടർ, ഡ്രിങ്കും സമൂസയും, അത് വെജിറ്റബിൾ സമൂസ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്. ഇവിടെ 99% ഓഫ് ദ ഫുഡ് ഐറ്റംസ് നമ്മൾ തന്നെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇത് പിന്നെ വേദുവിൻ്റെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇവിടുത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻസിന് നമ്മുടെ ഉറിയടിക്ക് പകരം യൂസ് ചെയ്യുന്നൊരു സാധനം കേട്ടോ അത്. ഇവിടെ ഇത് വേദു പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. അതിനെന്തോ ഒരു പേര് വേദു പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. ഇതിൻ്റെ സൈഡിലാണെങ്കിൽ നമുക്കിങ്ങനെ ചോക്ലേറ്റ് ഇടാൻ പറ്റുന്ന ഒരു ഹോളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം പിള്ളേരിത് പൊട്ടിച്ചെടുത്തിട്ട് അതിനകത്തുള്ള ചോക്ലേറ്റ് ഗ്രാബ് ചെയ്യണം. അതാണ് അതിൻ്റെ പുറകിലുള്ള സംഭവം. അപ്പം ഇതാണ് വേദുവിൻ്റെ കേക്ക്. അപ്പം ഇത്തവണ നമ്മൾ പിടിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് തീമാട്ടോ. അപ്പം കേക്കിൻ്റെ മുകളിലും സ്പേസ് ഡെക്കോറുണ്ട്. പിന്നെ നമ്മുടെ ഡെക്കറേഷൻസിനാണെങ്കിലും കുറച്ച് എംബ്ലിമാവനും പിന്നെ സ്റ്റാർസും പിന്നെ കുറച്ച് സ്പേസ് മാനൊക്കെ ഉണ്ട്. അതൊക്കെയായിരുന്നു നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ്. പിന്നെ ഞങ്ങൾ ഒരുവിധം എല്ലാവരും വന്നപ്പോഴത്തേക്കും കേക്കെല്ലാം സെറ്റാക്കിയിട്ട് അവിടെ നമ്മുടെ ഡെക്കോറിനടുത്തുള്ള ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ പിള്ളേർ സെറ്റെല്ലാം കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാ പിള്ളേരെയും കൂടെ കൂട്ടി നിർത്തിയിട്ടാണ് നമ്മൾ ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ടേബിളൊക്കെ ഞങ്ങളൊന്ന് സെറ്റാക്കി. കൊച്ചുങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്തുണ്ട്, വേദുവിൻ്റെ ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരൻ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്.
പിന്നെ പാച്ചം ഉണ്ടായിരുന്നു. സിയക്കാണെങ്കിൽ ഇച്ചിരി വയ്യാതിരിക്കുന്ന കാരണം ഇന്നൊരു മൂഡില്ലായിരുന്നു കേട്ടോ. കേക്ക് കട്ടിയാനൊന്നും ആൾ കാര്യമായിട്ട് കൂടിയിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഗസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാഹുലിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ നമ്മുടെ അല്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആനും ആൻഡ് സിസ്റ്ററും, പിന്നെ രാഹുലിൻ്റെ ഫ്രണ്ടും അവരുടെ വൈഫും മോനും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്ന് കേട്ടോ. വേദുവിൻ്റെ 8ാമത്തെ പിറന്നാളായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ 8 എന്ന് പറഞ്ഞ ക്യാൻഡിലൊക്കെ വെച്ചു, അതൊക്കെ ലൈറ്റ് ചെയ്ത് കൊടുത്തു. എന്നതിന് ശേഷം സാധാരണ രാഹുലായിരുന്നു വേദുവിൻ്റെ കൈയൊക്കെ പിടിച്ച് കട്ട് ചെയ്യിക്കുന്നത്. പക്ഷേ ഇത്തവണ പിള്ളേരെല്ലാം വലുതായത് കാരണം പിള്ളേരുടെ കയ്യിൽ തന്നെ കത്തിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളങ്ങോട്ട് മാറി നിന്ന് കേട്ടോ. പിന്നെ പിള്ളേർ കത്തി വെച്ച് കളിക്കുന്നുണ്ടപ്പം ചെറിയൊരു പേടിയായപ്പോൾ ഞാൻ പോയിട്ട് കേക്കൊക്കെ എടുത്തു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടോ. പിന്നെ ഞാനിങ്ങനെ കേക്ക് എടുത്തിട്ട് ഞാനായിരുന്നു പിന്നെ എല്ലാവർക്കും വായി വെച്ച് കൊടുത്തോണ്ടിരുന്നത്. ആദ്യം വേദുവിനൊരു പീസ് കൊടുത്തു, പിന്നെ നമ്മുടെ അത്തുണ്ണിക്ക് കൊടുത്തു, അങ്ങനെ പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും കേക്കൊക്കെ എടുത്തു കൊടുത്തു. അതിനിടയ്ക്ക് ഞാൻ സേക്കുട്ടിക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ടു. സേക്കുട്ടിയാണെങ്കിൽ എന്നൊരു മൂടില്ലാത്ത കാരണം കേക്കൊന്നും മേടിച്ചില്ല. ആൾക്കങ്ങ് വഴക്കായിരുന്നു ഇന്ന് മൊത്തം. പിന്നെ നമ്മുടെ കുഞ്ഞു വാവ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കൂട്ടത്തിലുള്ള കുഞ്ഞു വാവയും കേക്ക് വേണ്ടാന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചിട്ടോ. പിന്നെ ഞാൻ വേദുവിന് കേക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് കൊടുക്കാൻ നോക്കിയിട്ടു. പക്ഷേ വേദു കേക്ക് മേടിക്കാതെ തന്നെ അവിടെ നിന്ന് ചമ്മച്ചു ഗൈസ്. പിന്നെ ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കേട്ടോ. കേക്കെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാവരുടെ അടുത്തും ഫുഡ് കഴിക്കാൻ വേണ്ടി പറയായിരുന്നു. അപ്പം ആരും അങ്ങോട്ട് എണീക്കുന്നില്ലായിരുന്നു കേട്ടോ. എല്ലാവരും നിർബന്ധിച്ച് കഴിക്കാൻ വിളിച്ചോണ്ട് വരായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ ഫുഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ ടേബിൾ ടോപ്പിൽ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസൊക്കെ ഒന്നുകൂടെ കാണിക്കാൻ. നമ്മുടെ പാൽക്കപ്പ ഉണ്ടായിരുന്നു, പിന്നെ നെയ്ച്ചോറ്, പപ്പടം, പിന്നെ നമ്മൾ കുറച്ച് നാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ നമ്മൾ പനീർ ബട്ടർ മസാലയും പിന്നെ മഷ്റൂമും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ട് നമ്മൾ എടുത്തത് രസ്മലായും ഐസ്ക്രീമും ആയിരുന്നു കേട്ടോ. രസ്മലായും ഐസ്ക്രീമും കൂടെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഫുഡൊക്കെ. പിന്നെ പിള്ളേരെല്ലാം ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ്സ് കൊടുത്തിട്ടോ. അപ്പം എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്ത കൂട്ടത്തിൽ വേദുവിനും കൂടെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടോ. വേദു ഇത് പ്രതീക്ഷിച്ചില്ല. വേദു കുറേ നാളായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു. പക്ഷേ വേദു ഇത് പ്രതീക്ഷിക്കാത്ത കാരണം വേദുവിനങ്ങ് കൺഫ്യൂഷനായിരുന്നു ഇതെന്താണെന്ന്. ഇങ്ങനെ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കൂടെ ഇതാണോ അമ്മ അതാണോ മേടിച്ചെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇത് ഓപ്പൺ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ എന്നും പറഞ്ഞിട്ട് വേദന സമാധാനിപ്പിച്ച് അപ്പം ഓപ്പൺ ചെയ്തപ്പോഴേ വേദന അങ്ങ് ചിരിയൊക്കെ വന്നിട്ടോ. വേദന അപ്പോഴേക്കും പിന്നെ വന്നവരൊക്കെ ഓരോരുത്തരായിട്ട് പോകാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾ വേദു അവിടെ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം പൊട്ടിക്കുന്നു കേട്ടോ. വേദുനാണെങ്കിൽ ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേദു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോഴേക്കും മരിയയും പോകാനായിട്ടോ. മരിയ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വന്നിട്ട് ബായ് പറഞ്ഞിട്ട് പോകുന്നതാണത്. മഴയും അവരെല്ലാവരും പോയി. പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോൾ റൂം വൃത്തിയാക്കേണ്ടതാട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ഗിഫ്റ്റ് ഐറ്റംസും ടേബിളിലോട്ടൊക്കെ പെറുക്കി വെച്ചിട്ട് എക്സെപ്റ്റ് ഈ സാധനം എനിക്ക് എടുത്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല. സൗരഭ് ഇത്രയും വലിയ സാധനം എന്തിനാ മേടിച്ചുകൊണ്ടെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേദൂസിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ. കുറേയൊക്കെ വണ്ടികളും പിന്നെ കുറേ ലെഗോ ഐറ്റംസൊക്കെ ആയിരുന്നു. എല്ലാം പെറുക്കി വെച്ചപ്പോഴത്തേക്കും തന്നെ ഞാൻ ക്ഷീണിച്ചു കേട്ടോ. പിന്നെ ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. പിന്നെ നമ്മുടെ രാഹുലിൻ്റെ തള്ളായിരുന്നു ബാക്കി. തള്ളി രാഹുൽ അവിടെ മറിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ വീട്ടുകാരും മാത്രമായി ബാക്കി. പിന്നെ ഇതെല്ലാം ഓരോ സൈഡിൽ നിന്ന് എടുത്ത് പെറുക്കി വെക്കാനുള്ള പരിപാടികളായിരുന്നു. ഇനിയിപ്പോൾ ഈ ഹോളൊക്കെ നല്ല രീതിക്ക് വൃത്തിയാക്കണം. പിന്നെ സാധനങ്ങളെല്ലാം ചുമന്ന് മേലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ചില്ലറ പരിപാടികളൂടെ ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീതോടെ കിട്ടിയ ഗിഫ്റ്റൊക്കെ അവിടെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പം ഇന്നേക്ക് അത്രയേ ഉള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ.